വഹാബി ഇവർ കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബിയാക്കാതെ തിരിച്ചുകൂല. തെങ്ങിന് കളക്കാൻ വിളിക്കും ഒരു വഹാബിയെ. ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബിയാക്കിയിട്ടേ പോകും. നിങ്ങൾ അന്ന് ഉച്ചമയത്തിന് എന്നെ പിരിച്ചുവിട്ടാൽ രക്ഷപ്പെടും. അതന്നെയാ എന്തിനോട് ഒരു കലബ്, ഒരു പേവിഷം ബാധിച്ചു പോയി. എല്ലാവരും കടിക്കണം. ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും ഒന്ന് എടുത്തു നോക്കി. അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും നാശം. ഒരു 2-3 തവണ അവന്റെ ബാർബർ ഷാപ്പ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അവന്റെ വെളിയിൽ പോകും. ഒരു വഹാബിയുടെ ഒരു ഹിന്ദു നിങ്ങളുടെ ചായപ്പൊടി ഒരു ചായ വാങ്ങി തന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം. ഒരു ക്രിസ്ത്യാനിയുടെ ചായ വാങ്ങി തന്നാൽ ആ ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യം തിരിച്ചു വരാം. ഒരു കാണാറുണ്ട്. തിരിച്ച് ആ ആളെ വിളിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എത്ര സംസാരിച്ചാലും എത്ര തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുത്താലും ആൾ തിരിച്ചു വരില്ല. ഇത് സത്യമല്ലേ? നേരെ മറിച്ച് നമ്മുടെ ഒരു 4 കുട്ടികളെ ഒരു മുജാഹിദിന്റെ ക്ലാസ്സിൽ 4 ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി, ഈ കുട്ടികൾ മുജാഹിദാകും. ശരാശരി അങ്ങനെ അനുഭവം. അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി, ആ മക്കൾ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരായി. നേരെ മറിച്ച് മുജാഹിദിന്റെ പ്രവർത്തകൻ 4 ക്ലാസ് അല്ല 40 ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ ബിദഅത്തിന് തിരിച്ച് സുന്നത്തി ജമാഅത്തിലേക്ക് വരുന്നില്ല. സഹോദരങ്ങളെ, ആ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. ആ ക്ലിപ്പിൽ വളരെ കൃത്യമാണ് മുജാഹിദുകളായ ആളുകൾ അവരുടെ മുന്നിൽ ഈ പറയുന്ന ആളുകൾ എന്ത് തെളിവ് പറഞ്ഞാലും ആ തെളിവുകൾ വിലപ്പോവുന്നില്ല. എന്നാൽ സുന്നികളായ ആളുകളെ വലിയ കിതാബ് ഓതിയവരായിരിക്കാം, മദ്രസയിൽ പഠിച്ചവരായിരിക്കാം, സുന്നി സമൂഹത്തിന്റെ കൂടെ ജീവിച്ചവരായിരിക്കാം. പക്ഷേ മുജാഹിദുകളുടെ കൂടെ ഒരല്പസമയം അവർ പറയുന്നത് കേട്ടാൽ അവർക്ക് ഹക്ക് ബോധ്യപ്പെടുന്നു. ഇതേ സംഭവം, ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചരിത്രത്തിൽ ഒരു കാര്യമാണ് ഓർമ്മയായത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സുഫിയാൻ അബിസീനിയയിൽ വെച്ച് ഹിറക്കലിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടന്നൊരു സംഭവം പറയുന്നുണ്ട്. അവിടെ ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബൂ സുഫിയാനോട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രബോധനം ചെയ്യുമ്പോൾ അയസീദൂന അം യൻഖുസൂൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ കുറയുകയാണോ അതല്ല കൂടുകയാണോ ചെയ്യുന്നത്? ഖുൽതു ബൽ യസീദൂൻ, അബൂ സുഫിയാൻ പറയാണ് അവർ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഫഹൽ യർതദ്ദു അഹദുൻ മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് പോയതിനു ശേഷം ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, തിരിച്ചു വരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞിട്ടുള്ളത്. അവിടേക്ക് പോയാൽ, മുജാഹിദുകളിലേക്ക് പോയാൽ ആരും തിരിച്ചു വരുന്നില്ല. എന്നാൽ നമ്മളിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇസ്ലാം, അതാണ് തൗഹീദിന്റെ യാഥാർത്ഥ്യം. അതിന് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സത്യം. അതിനു പുറമെ അവരാരോടൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ബാത്തിലാണ്. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, സത്യം വരും, ബാത്തിൽ പരാജയപ്പെടും, ബാത്തിലിന് പരാജയപ്പെട്ടേ മതിയാകും. അതുകൊണ്ട് തന്നെ തൗഹീദിനാണ് വിജയമുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനാണ് വിജയമുള്ളത്. അതിന് ബേജാറായതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ അടച്ചിട്ട റൂമിൽ നിന്ന് സംസാരിക്കുന്നു എന്നാണ്. സ്റ്റുഡിയോയിൽ പിന്നെ അടച്ചിട്ടിട്ടില്ലെങ്കിൽ സൗണ്ട് ക്ലാരിറ്റിയും മറ്റൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ അടച്ചിടുന്നത്. പക്ഷേ എൻ്റെ സംസാരം എൻ്റെ റൂമിലുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്, മറിച്ച് ഏറ്റവും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിനേക്കാൾ വലിയ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേറെ ഏതാണുള്ളത്? ഫേസ്ബുക്കിനേക്കാൾ പബ്ലിക്കായിട്ടുള്ള ഒരു കാര്യം വേറെ ഏതാണുള്ളത്? അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം എൻ്റെ റൂമിലോ എൻ്റെ വീട്ടിലോ എൻ്റെ നാട്ടിലോ ഒതുങ്ങുന്നതല്ല. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും, പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും താലിബുൽ ഇൽമുകൾക്കും എല്ലാവർക്കും എവിടെ വെച്ചും ഏത് സമയത്തും കേൾക്കാം. ഞാൻ വായിക്കുന്ന ഇബാറത്തുകൾ അവർക്ക് പരിശോധിക്കാം. ഇന്ന് അതിനുള്ള സംവിധാനം